നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇസ്രായേൽ ഫലസ്തീൻ വെടിനിർത്തൽ ചർച്ച, സമാധാന ചർച്ച യഹിയ സിൻവറിന്റെ ഭൗതിക ശരീരം കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതാണ്, യഹിയ സിൻവർ ഫലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇസ്രായേലി സേന കൊണ്ടുപോയി. അവരത് ഫലസ്തീൻ ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു കൊടുത്തിട്ടില്ല. കാരണം ജീവിച്ചിരിക്കുന്ന യഹിയ സിൻവറിനെക്കാളും ഇസ്രായേൽ ഭയക്കുന്നത് മരിച്ചുപോകിയ യഹിയ സിൻവറിനെയാണ്. യഹിയ സിൻവറിന്റെ ഭൗതിക ശരീരം ഫലസ്തീനിൽ എത്തിയാൽ അത് ഒരു തീർത്ഥാടന കേന്ദ്രമാകുമോ, അതൊരു സിയാറത്ത് കേന്ദ്രമാകുമോ, അവിടെ നിന്ന് ഫലസ്തീനികൾ പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങളിലേക്ക്, ഫലസ്തീന്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഫലസ്തീൻ അത് പ്രചോദനമാകുമോ എന്നൊക്കെ ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഈ അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലും സയനിസ്റ്റ് മാധ്യമങ്ങളും കേരളത്തിലെ ചില മാധ്യമങ്ങളുമൊക്കെ അവകാശപ്പെടുന്നത് യഹിയ സിൻവർ ഒളിവ് ജീവിതം നയിക്കുകയാണ്, ഇസ്രായേലി സൈനികരുടെ കയ്യിൽപ്പെടാതെ ഒളിവ് ജീവിതം നയിക്കുകയാണ്. അദ്ദേഹം മിക്കപ്പോഴും പർദ്ദയൊക്കെ ഇട്ട് സ്ത്രീകളുടെ കൂട്ടത്തിൽ നടക്കുകയാണ്, ബങ്കറുകൾ തോറും സ്ത്രീകളുടെ ഇടയിൽ താമസിക്കുകയാണ്, പുറത്തിറങ്ങിയാൽ ഇസ്രായേൽ സൈന്യം കൊന്നുകളയും, അങ്ങനെയുള്ള ഒരുപാട് കള്ളക്കഥകൾ യഹിയ സിൻവറിനെ പറ്റി മാധ്യമങ്ങളും സയനിസ്റ്റ് മാധ്യമങ്ങളും കേരളത്തിലെ ചില സംഘപരിവാര മാധ്യമങ്ങളുമൊക്കെ പറഞ്ഞു വരുന്നത്. പക്ഷേ യഹിയ സിൻവർ അവസാന നിമിഷം വരെ ധീരോജ്ജലമായി സൈനിസത്തോട് പൊരുതി മരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ കണ്ടപ്പോൾ നമുക്ക് വ്യക്തമായി. അദ്ദേഹം തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ഒരു ഡ്രോണിനെ കയ്യിൽ കരുതിയിരുന്ന ഒരു വടി ഉപയോഗിച്ച് തടുക്കുന്ന ഒരു രംഗം നമ്മൾ ആരും മറന്നിട്ടില്ല. കാരണം ഇസ്രായേൽ അയച്ച ഒരു ഡ്രോണിനെ കയ്യിലിരുന്ന വടി ഉപയോഗിച്ച് വളരെ അവശനായിരുന്നിട്ടും പ്രതിരോധിക്കുന്ന യഹിയ സിൻവറിൻ്റെ ചിത്രം നമ്മൾ ആരും മറന്നിട്ടില്ല. അദ്ദേഹം തലയ്ക്ക് വെടിയേറ്റ് മരിക്കുമ്പോൾ പോലും, അവസാന നിമിഷം പോലും സൈനിസത്തോടെ പൊരുതി ധീരമായിട്ടാണ് അദ്ദേഹം പൊരുതി മരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി ഒരുപാട് കഥകൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞു നിർത്തി. പ്രത്യേകിച്ചും മാത്യു സാമുവലിനെയും മറുനാടനെയും അതുപോലുള്ള ചില സംഘി മാധ്യമങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ഫലസ്തീനിലോട്ട് വരുന്ന സാധാരണക്കാർക്ക് വരുന്ന ആഹാരങ്ങൾ തട്ടിയെടുക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു വരുത്തി. അദ്ദേഹം ഉപയോഗിക്കുന്നത് വളരെ വിലപിടിച്ച വസ്തുക്കളാണ്, അന്താരാഷ്ട്ര ബ്രാൻഡുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം താമസിക്കുന്നത് അത്യന്താധുനിക ആഡംബര ബങ്കറുകളിലാണ് എന്ന കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കി. അദ്ദേഹം ഭക്ഷിക്കുന്നത് വളരെ വലിയ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണെന്ന് പറഞ്ഞു പറ്റി. അവസാനം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇസ്രായേലി ഡോക്ടർമാർ തന്നെ പറഞ്ഞത്, ഇസ്രായേൽ തന്നെ പുറത്തുവിടുന്ന വിവരങ്ങളനുസരിച്ച് അദ്ദേഹം മരിക്കുമ്പോൾ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന ഒരു യാഥാർത്ഥ്യം ലോകം അറിയുന്നത്. കാരണം ഇസ്രായേൽ ഗസയിലോട്ട് കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷണങ്ങളൊന്നും എത്തിയിരുന്നില്ല. അങ്ങനെ 3 ദിവസം കഠിനമായ പട്ടിണി കിടന്നിട്ടായിരുന്നു അദ്ദേഹം ഇസ്രായേലിനെതിരെ അവസാനമായി അന്ത്യനിമിഷം വരെ പൊരുതി നിന്നൊരു യാഥാർത്ഥ്യം കൂടി അവസരത്തിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ തള്ളവിരൽ മരണത്തിന് ശേഷം ഇസ്രായേൽ മുറിച്ചു മാറ്റിക്കൊണ്ടുപോയി അതിൽ നിന്ന് DNA ടെസ്റ്റ് ചെയ്താണ് അത് യഹിയ സിൻവർ ആണെന്ന തിരിച്ചറിവ് ഇസ്രായേൽ നടത്തിയത്. അങ്ങനെ ആ യഹിയ സിൻവറിൻ്റെ ഭൗതിക ശരീരം വിട്ടുകൊടുക്കുവാൻ ഇസ്രായേൽ ഇപ്പോഴും മടിക്കുന്നു എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ഫലസ്തീൻ ഈ വെടിനിർത്തൽ കരാറിന് ഉപാധിയായിട്ട് യഹിയ സിൻവറിൻ്റെ ഭൗതിക ശരീരം ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, അവരുടെ സ്വതന്ത്ര സമര പോരാളിയാണ്, ഫലസ്തീൻ്റെ ധീരോദാത്തനായ നേതാവാണ്, അവരുടെ ചരിത്രവുമായി, അവരുടെ സ്വതന്ത്ര സമര ചരിത്രവുമായി ഒരുപാട് ബന്ധപ്പെട്ട നേതാവാണ്. അപ്പോൾ ഈ അവസരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് യഹിയ സിൻവറിൻ്റെ ഭൗതിക ശരീരവുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ ഇസ്രായേൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ്. എന്തായാലും മറ്റൊരു വാർത്തയുമായി കാണുന്നവരെ തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.